കുപ്രസിദ്ധ കുറുവ മോഷണ സംഘത്തിലെ കാട്ടുപൂച്ചനും സന്തോഷ് ശെൽവവും പ്രതികളായ ആലപ്പുഴയിലെ ആദ്യ കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി. മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ രണ്ടാം പ്രതി കട്ടുപൂച്ചനെ കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതി സന്തോഷ് ശെൽവത്തിന് 2 വകുപ്പുകളിലായി 2 വർഷം വീതം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കഴിഞ്ഞ ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു കുറുവ സംഘം മോഷണ പരമ്പരകളിലൂടെ ആലപ്പുഴയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയത്. മുഖംമൂടി ധരിച്ചെത്തുന്ന അർദ്ധനഗ്ന സംഘം വീടിൻ്റെ പിൻവാതിലിലൂടെ അകത്തുകടന്ന് കവർച്ച നടത്തും. ചേർത്തല, മണ്ണഞ്ചേരി, കോമളപുരം, പുന്നപ്ര എന്നിവിടങ്ങളിലായിരുന്നു മോഷണമേറെയും. സംഘത്തിലെ പ്രധാനി സന്തോഷ് ശെൽവനെ നവംബർ പകുതിയോടെ എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് അതിസാഹസികമായി പിടികൂടിയിരുന്നു. സംഘത്തലവനായ കട്ടുപൂച്ചാനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. ഒടുവിൽ മാർച്ചിൽ തമിഴ്നാട് മധുരയിൽ നിന്ന് ഇയാളെ പിടികൂടി. കുറുവ സംഘം പ്രതികളായ 3 കേസിന്റെ വിചാരണ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായി. അതിൽ ഒരു കേസിന്റെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. തെളിവുകളുടെ അഭാവത്തിലും അറസ്റ്റിൽ ഉൾപ്പെടെയുണ്ടായ നടപടിക്രമങ്ങളുടെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി രണ്ടാം പ്രതി കട്ടുപൂച്ചാനെ കോടതി കുറ്റവിമുക്തനാക്കി. പോലീസിനുണ്ടായ വീഴ്ചകൾ പ്രതിഭാഗം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. നടപടിക്രമങ്ങളുണ്ടായ കാര്യമായ വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. CCTV തെളിവുകളുടെ അഭാവം, അതുപോലെ തന്നെ പോലീസ് സർക്കുലർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പ്രൈവറ്റ് യൂട്യൂബ് ചാനലിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നൽകിയ വീഡിയോയുടെ ദൃശ്യങ്ങൾ പ്രതിഭാഗം എടുത്ത് ഹാജരാക്കിയിരുന്നു നമ്മളുടെ തെളിവായിട്ട്. ആ തെളിവോടെ പരിഗണിച്ചാണ് കോടതി ഈ കേസിലെ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടത്. എന്നാൽ കുറ്റക്കാരനെന്ന് കണ്ട് സന്തോഷ് ശെൽവത്തെ വ്യത്യസ്ത വകുപ്പുകളിൽ 2 വർഷം വീതം തടവിനും 25,000 രൂപ പിഴ ഈടാക്കാനും കോടതി ശിക്ഷ വിധിച്ചു. സന്തോഷ് ശെൽവത്തിനെയും കട്ടുപൂച്ചാനെയും പ്രതികളാക്കി മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റു 2 കേസുകളിൽ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ദിവസം വിധി പറയും. ജനം, ആലപ്പുഴ.